വിദ്യാസാഗറിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മേക്കിംഗ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന രൂപീകരണത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദ ഇൻഡിപെൻഡൻസ് ഇന്ത്യ ഈസ് ദ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെൻറ്റ്സാണ്, നേട്ടമാണ് ഭരണഘടന എന്നുള്ളത്, അല്ലേ? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ആര് രൂപം നൽകി എന്നതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ മെയ്ഡ് ബൈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് രൂപം നൽകിയതാരാ? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ മലയാളത്തിൽ പറയും. ആ വാക്കിൽ നിന്ന് തന്നെ കിട്ടും, ഭരണഘടന നിർമ്മാണ സഭ എന്ന ആ ടേമിൽ നിന്ന് തന്നെ കിട്ടും ആരാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകി എന്നത്. ഇനി ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്തത് എന്ന ഡിസംബർ 6, 1946. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വരുന്നത് 1946 ഡിസംബർ 6. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള മെമ്പേഴ്സ് എങ്ങനെ, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങൾ എങ്ങനെയാണ് അതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ എങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്തപ്പെട്ടു? അതായത് ദ മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇലക്റ്റഡ് ഇൻഡയറക്ട്ലി ബൈ ദ പീപ്പിൾ. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള മെമ്പേഴ്സിനെ അല്ലെങ്കിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പ്രത്യക്ഷമായിട്ടല്ല, പരോക്ഷമായിട്ടാണ്. ആര്? പീപ്പിൾസ്, ജനങ്ങൾ ആണ്. ഇനി പീപ്പിൾസ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റായിട്ട് ഇലക്ട് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന മെമ്പേഴ്സ് ആര് ഇലക്ട് ചെയ്യും? ജനങ്ങൾ നേരിട്ട് വോട്ടിലൂടെ ഇലക്ട് ചെയ്യുകയല്ല ചെയ്തത്. അതായത് നമുക്ക് ഇൻഡയറക്റ്റ് ഇലക്ഷൻ പ്രൊസീജിയർ ഉണ്ട്. അതായത് ഇന്ത്യൻ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് പ്രൊസീജിയർ ആണ്. അതായത് നമുക്കറിയാം, നേരത്തെ ക്ലാസ്സുകളിൽ വർക്ക് ചെയ്ത് കാണും, എന്താണ് ഇന്ത്യൻ രാഷ്ട്രപതി അതായത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പ്രത്യക്ഷമായിട്ടല്ല, പരോക്ഷമായിട്ടാണ്. അതായത് നമ്മൾ ഡയറക്റ്റായിട്ട് പോയി അല്ല നമ്മുടെ പ്രസിഡന്റിനെ എന്ത് ചെയ്യുന്നത്? ഇലക്ട് ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പ് എന്താണ്? രാഷ്ട്രപതി പൊതു തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് എങ്ങും ബാനർ കണ്ടിട്ടില്ല, ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് ഈ പറയുന്ന പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്? ഒരു ബോഡിയാണ്. ആ ഒരു ഇലക്ട്രൽ കോളേജാണ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്. അവിടെ ആരൊക്കെ വരുന്നുണ്ട്? മെമ്പർ ഓഫ് ദി പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സ്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളും അതുപോലെ തന്നെ പാർലമെന്ററി അംഗങ്ങളും ചേർന്നാണ് ആരെ ഇലക്ട് ചെയ്തത്? പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത്. അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മെമ്പേഴ്സിനെ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ ഇലക്ട് ചെയ്യുന്നതും ജനങ്ങൾ നേരിട്ടല്ല, അവിടെയും ഒരു ബോഡി. എവിടെ നിന്നുള്ള? പ്രൊവിഷണൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയും. പ്രവിശ്യ നിയമനിർമ്മാണ സഭ, പ്രൊവിഷണൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളാണ് ആരെ ഇലക്ട് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നത്. അല്ല, ഡയറക്റ്റ് ആയിട്ട് ആരല്ല? പീപ്പിൾസ് അല്ല. ഓക്കെ. ഇനി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് ഡിസംബർ 9, 1946. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് 1946 ഡിസംബർ 9. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ വരുന്നത് ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ മീറ്റിംഗ് നടക്കുന്നത് ഡിസംബർ 9. സെയിം ഇയർ തന്നെ 1946. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ മീറ്റിംഗ് നടക്കുന്നത് 1946 ഡിസംബർ 9 ആണ്. ഓക്കെ. ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചട്ടങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇതെങ്ങനെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ മുന്നോട്ട് വച്ചിരിക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്കുള്ള മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്തത് പ്രൊവിഷണൽ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആണെന്ന് പറഞ്ഞു. ഇനി പ്രൊവിഷണൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എങ്ങനെ ഫോം ചെയ്തു എന്നും കൂടെ നോക്കാം. ഒരു ഹിസ്റ്ററിയാണ്. പ്രവിശ്യ നിയമനിർമ്മാണ സഭ എങ്ങനെ രൂപപ്പെട്ടു? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതായത് എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഏത്? 1935. 1935 എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഏത് വരുന്നത്? ഈ പറയുന്ന അസംബ്ലി ഫോം ചെയ്തത്.
ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് പ്രവിശ്യ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചത്. ഈ പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ മെമ്പേഴ്സ് ആണ് ആരെ ഇലക്ട് ചെയ്തിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മെമ്പേഴ്സിനെ, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ പ്രവിശ്യ നിയമനിർമ്മാണ സഭ എങ്ങനെ രൂപപ്പെട്ടു എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 1935 ഏത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഏത് നിലവിൽ വരുന്നത്? പ്രവിശ്യ നിയമനിർമ്മാണ സഭ, അതായത് പ്രൊവിഷണൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോം ചെയ്യുന്നത്. ആ പ്രൊവിഷണൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സ് ആണ് ആരെ ഇലക്ട് ചെയ്തിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുന്ന ആരാണ്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആണ്. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപപ്പെടുത്തുവാൻ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്ന ഒരു മിഷനെ ഇന്ത്യയിലേക്ക് ആരയക്കുന്നുണ്ട്? ബ്രിട്ടൻ അയക്കുന്നുണ്ട്. അപ്പോൾ ആ ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രപ്പോസൽസ് ബേസിലാണ് ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചൊരു പ്രപ്പോസൽസ് നിർദ്ദേശം ആര് മുന്നോട്ട് വയ്ക്കുന്നു? ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വയ്ക്കുന്നു. അതായത് ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചത് ബ്രിട്ടീഷുകാരാണ്. ഈ ക്യാബിനറ്റ് മിഷൻ അകത്ത് മെയിൻ മെമ്പേഴ്സ് 3 പേരാ. ഒന്ന് പെത്വിക് ലോറൻസ് ഉണ്ട്, സ്റ്റാഫോർഡ് ക്രിബ്സ് ഉണ്ട്, എവി അലക്സാണ്ടർ ഉണ്ട്. ഈ 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ആണ് ഏതെന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ കമ്മിറ്റി മെയിനായിട്ടും വരുന്നത്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ്റെ എഫേർട്ടിലൂടെയാണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആക്ടിവിറ്റീസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മൂവ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസ് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എന്നാണ് ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രപ്പോസൽസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ക്യാബിനറ്റ് മിഷൻ പറയുന്നത് ഇങ്ങനെയാ: ഈച്ച് പ്രോവിൻസ് ആൻഡ് പ്രിൻസിലി സ്റ്റേറ്റ്സ് വാസ് ഗിവൺ റെപ്രസെൻറ്റേഷൻ പ്രൊപ്പോർഷനേറ്റ് ടു ഇറ്റ്സ് സ്ട്രെങ്ത് ഓഫ് പോപ്പുലേഷൻ. അതായത് ഇതിലെ ഒന്നാമത്തെ പ്രൊവിഷൻ ഇങ്ങനെയാ. അതായത് ഈച്ച് പ്രോവിൻസ് ആൻഡ് പ്രിൻസിലി സ്റ്റേറ്റ്സ് വാസ് ഗിവൺ റെപ്രസെൻറ്റേഷൻ പ്രൊപ്പോർഷനേറ്റ് ടു സ്ട്രെങ്ത് ഓഫ് പോപ്പുലേഷൻ. അതായത് ഓരോ പ്രവിശ്യയ്ക്കും അതുപോലെ തന്നെ ഓരോ നാട്ടുരാജ്യത്തിനും എന്ത് നൽകും? റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യം നൽകും. പ്രൊപ്പോർഷനേറ്റ്, ആനുപാതികമായി. എന്തിനാനുപാതികമായി? സ്ട്രെങ്ത് ഓഫ് പോപ്പുലേഷൻ, അല്ലേ? അതായത് എന്താണ്? നാട്ടുരാജ്യങ്ങളുടേതായാലും പ്രവിശ്യകളുടേതായാലും ജനസംഖ്യയുടെ എണ്ണത്തിനനുസരിച്ച്, അല്ലെങ്കിൽ എന്താണ്, ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് എന്ത് ചെയ്യും? പ്രാതിനിധ്യം നൽകും എന്ന് പറയും. അതാ ഇവിടെ ഒരു ഫോർമുലയും പറയുന്നു. എന്താണ്? 1:10 lakhs. അതായത് എത്ര പേരിൽ? 10 ലക്ഷം പേരിൽ നിന്നും ഒരാളെ എന്ത് ചെയ്യും? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് ഇലക്ട് ചെയ്യും. ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് എങ്ങനെയാണ് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്? 1:10 lakhs. അതായത് 10 ലക്ഷം പേരിൽ നിന്നും ഒരാളെ എന്ത് ചെയ്യും? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് സെലക്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു പ്രിൻസിലി സ്റ്റേറ്റ്സിൽ 20 ലക്ഷം ജനങ്ങൾ ഉണ്ടെങ്കിൽ 20 ലക്ഷം ജനങ്ങളിൽ എത്ര പേര് ആ പ്രിൻസിലി സ്റ്റേറ്റ്സ് നിന്ന് എടുക്കും? 2 പേരെ ഇലക്ട് ചെയ്തിരിക്കും, അല്ലെങ്കിൽ 2 പേരെ സെലക്ട് ചെയ്തിരിക്കും. അതായത് 10 ലക്ഷം ജനങ്ങളിൽ നിന്നും എത്ര പേർ? ഒരാള് എന്ന ഫോർമുല ബേസിലാണ് എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്ത്. അത് എല്ലാ പ്രോവിൻസിൽ നിന്നുണ്ട്, ഓരോ പ്രോവിൻസിൽ നിന്നുമുണ്ട്, ഓരോ പ്രിൻസിലി സ്റ്റേറ്റ്സിൽ നിന്നും മെമ്പേഴ്സിനെ എന്ത് ചെയ്തു? സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഈ പറയുന്ന ഫോർമുല ബേസിൽ പ്രോവിൻസുകളിൽ നിന്നും പ്രിൻസിലി സ്റ്റേറ്റ്സുകളിൽ നിന്നും പ്രവിശ്യകളിൽ നിന്നും നാട്ടുരാജ്യങ്ങളിൽ നിന്നും മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തു വന്നപ്പോൾ എന്താണ്? ഇന്ത്യയിലെ ടോട്ടൽ പ്രോവിൻസുകളിൽ എത്ര മെമ്പേഴ്സിനെ എലക്ട് ചെയ്തു? ഇന്ത്യയിലെ എല്ലാ പ്രവിശ്യകളിൽ നിന്നുമായിട്ട് എത്ര പേരെ എലക്ട് ചെയ്യുന്നു? 292 മെമ്പേഴ്സ്. ഇനി അതേപോലെ തന്നെ എന്താണ്? പ്രിൻസിലി സ്റ്റേറ്റ്സുകളിൽ നിന്ന് എത്ര പേരെ എലക്ട് ചെയ്യുന്നു? 93 മെമ്പേഴ്സ്. ഓക്കെ. ഇനി അതേപോലെ തന്നെ എന്താണ്? പ്രോവിൻസ് ഓഫ് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും എത്ര പേരെ? 4 പേരെയും സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ മെമ്പേഴ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ എത്ര പേരായി? 389 മെമ്പേഴ്സായി മാറുന്നു. 389 മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വരുന്നു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് എത്ര പേര് എത്തിക്കഴിഞ്ഞിരിക്കുന്നു? 389 അംഗങ്ങൾ എവിടെ എത്തിക്കഴിഞ്ഞു? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എത്തിക്കഴിയുന്നു. ഓക്കെ. അപ്പോൾ ക്യാബിനറ്റ് മിഷന്റെ ഒന്നാമത്തെ പ്രപ്പോസൽ ബേസിൽ എന്താ പറയുന്നത്?
ഈച്ച് പ്രോവിൻസ് ആൻഡ് പ്രിൻസിലി സ്റ്റേറ്റ്സ് വാസ് ഗിവൺ റെപ്രസെൻറ്റേഷൻ പ്രൊപ്പോർഷനേറ്റ് ടു ഇറ്റ്സ് സ്ട്രെങ്ത് ഓഫ് ദി പോപ്പുലേഷൻ. ഓക്കെ, അതായത് ഈച്ച് പ്രോവിൻസ് ആൻഡ് പ്രിൻസിലി സ്റ്റേറ്റ്സ് വാസ് ഗിവൺ റെപ്രസെൻറ്റേഷൻ പ്രൊപ്പോർഷനേറ്റ് ടു ഇറ്റ്സ് സ്ട്രെങ്ത് ഓഫ് പോപ്പുലേഷൻ. ജനസംഖ്യയ്ക്ക് ആനുപാതികമായി നാട്ടുരാജ്യങ്ങളിൽ നിന്നും പ്രവിശ്യകളിൽ നിന്നും ആരെ സെലക്ട് ചെയ്യുന്നു? മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ നിർദ്ദേശം, അതായത് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം, അത് രൂപീകരിക്കുന്നതിന് മുന്നോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ മാനദണ്ഡം ഇങ്ങനെയാണ്: സീറ്റ്സ് ഇൻ ഈച്ച് പ്രോവിൻസസ് വെയർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് 3 മെയിൻ കമ്മ്യൂണിറ്റീസ്. സീറ്റ്സ് ഇൻ ഈച്ച് പ്രോവിൻസസ് വെയർ ഡിസ്ട്രിബ്യൂട്ട് എമംഗ് എന്താണ് 3 മെയിൻ കമ്മ്യൂണിറ്റീസ്. അതായത് ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ ആർക്ക്? ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ ഡിസ്ട്രിബ്യൂട്ടഡ് വിതരണം ചെയ്യുന്നു. പ്രധാനമായിട്ട് ആർക്ക്? 3 മെയിൻ കമ്മ്യൂണിറ്റീസ്, അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 സമുദായങ്ങൾക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആരൊക്കെയാ? മുസ്ലിംസ് ഉണ്ട്, സിഖുകാരുണ്ട് ആൻഡ് ജനറൽസ്. ആരൊക്കെയാ? മുസ്ലിംസ്, സിഖ് ആൻഡ് ജനറൽസ്. ജനറൽസ് എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്. ഓരോരുത്തർക്ക് എത്ര സീറ്റുകൾ അലൗഡ് ചെയ്യുന്നു എന്നത് അത് ഇവിടുത്തെ പോപ്പുലേഷൻ സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും. അതായത് ജനസംഖ്യയുടെ ശക്തി, അതായത് ജനസംഖ്യയുടെ അളവനുസരിച്ചിരിക്കും. ജനസംഖ്യയുടെ അളവനുസരിച്ചാണ് എന്താണ് ഓരോ സമുദായത്തിനും ഇത്ര സീറ്റ് എന്ത് ചെയ്യുന്നത്? അലൗഡ് ചെയ്യുന്നു, നൽകുന്നത്. അപ്പോൾ സീറ്റ്സ് ഇൻ ഈച്ച് പ്രോവിൻസസ്, ഓരോ പ്രവിശ്യയ്ക്കും ഓരോ പ്രവിശ്യയിലെയും ഇത്ര സീറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട്. അതായത് ഇപ്പോൾ ഇന്ന് മദ്രാസ് എന്ന് പറയുന്ന ഒരു പ്രോവിൻസ് ആയിരുന്നു, ആ പ്രോവിൻസിൽ നിന്നും എത്ര സീറ്റുകൾ ഏതൊക്കെ സമുദായത്തിന് എന്നുള്ളത് മെയിനായിട്ട് അവിടെയുള്ള സമുദായങ്ങൾ ഏതൊക്കെയാണോ ആ സമുദായത്തിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കും. അത് അവിടുത്തെ പോപ്പുലേഷൻ സ്ട്രെങ്ത് അനുസരിച്ചായിരിക്കും. ഇനി 2, മെമ്പേഴ്സ് ഓഫ് ഈച്ച് കമ്മ്യൂണിറ്റീസ് ഇൻ ദ പ്രൊവിഷണൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി elected their representative by the method of proportional representation. അപ്പോൾ മെമ്പേഴ്സ് ഓഫ് ഈച്ച് കമ്മ്യൂണിറ്റീസ് ഇൻ ദ പ്രൊവിഷണൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലെ ഓരോ സമുദായത്തിലെ അംഗങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നു? എലക്ട് ദെയർ റെപ്രസെൻറ്റേറ്റീവ്. ആരെ എലക്ട് ചെയ്യുന്നു? തങ്ങളുടെ പ്രതിനിധികളെ സെലക്ട് ചെയ്യുന്നു. ഏത് മെത്തേഡിലൂടെ? പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനിലൂടെ. അപ്പോൾ എന്താ പറയുന്നത്? മെമ്പേഴ്സ് ഓഫ് ഈച്ച് കമ്മ്യൂണിറ്റീസ് ഇൻ ദ പ്രൊവിഷണൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലെ അംഗങ്ങളെ എന്തായിട്ട് എലക്ട് ചെയ്യുന്നു? എലക്ട് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ്. ഓരോ സമുദായത്തിലെ അംഗങ്ങളിൽ നിന്നും ആരെ എലക്ട് ചെയ്യുന്നു? പ്രതിനിധികളെ ഇലക്ട് ചെയ്യുന്നു. ഏത് മെത്തേഡിലൂടെ? മെത്തേഡ് ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. നാലാമത്തെ പോയിന്റ്, ദ മെത്തേഡ് ഓഫ് ദ സെലക്ടിംഗ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ബൈ പ്രിൻസിലി സ്റ്റേറ്റ്സ് വാസ് ടു ബി ഡിറ്റർമൈൻഡ് ബൈ കൺസൾട്ടേഷൻ. ഇത് പ്രോവിൻസിന്റെ കാര്യം പറഞ്ഞു. ഇനി നാട്ടുരാജ്യങ്ങളെ അംഗങ്ങളെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു? ഏതിലൂടെയാണ്? കൺസൾട്ടേഷൻ, ചർച്ചകളിലൂടെയാണ് നാട്ടുരാജ്യങ്ങളിൽ നിന്നും ആരൊക്കെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് പോകണം എന്നത് തീരുമാനം എടുക്കുന്നത്. ഈ പ്രപ്പോസൽസ്, ഈ പറയുന്ന നടപടികൾ, പദ്ധതി മൂവ് ചെയ്തത് അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചത് ആരാണ്? പുട്ട് ഫോർവേഡ് ചെയ്തത് ആരാ? നമ്മുടെ ക്യാബിനറ്റ് മിഷൻ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നതിനായി മുന്നോട്ട് വെച്ച പ്രപ്പോസൽസുകൾ പറഞ്ഞു. ഇനി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, December 9, 1946 ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ മീറ്റിംഗ് 1946 December 9 ആണ്. അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് 1946 December 9. ഈ മീറ്റിങ്ങിലൂടെ ഒരു ടെമ്പററി ചെയർമാനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് സെലക്ട് ചെയ്യും. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സ്ഥാനത്തേക്ക് ആര് വരുന്നു? സച്ചിദാനന്ദ സിൻഹ വരുന്നു. ടെമ്പററി ചെയർമാനാണ്. ടെമ്പററി ചെയർമാൻ പോസ്റ്റിലേക്ക് ആര് വരുന്നു? സച്ചിദാനന്ദ സിൻഹ. അപ്പോൾ താൽക്കാലിക പോസ്റ്റാണ് ഏത്? സച്ചിദാനന്ദ സിൻഹ. ഇനി 1946 December 11 എന്ത് ചെയ്യുന്നു? സച്ചിദാനന്ദ സിൻഹ ഒരു ടെമ്പററി ആയതുകൊണ്ട് തന്നെ സിൻഹ മാറുന്നു. പുതിയൊരു ചെയർമാൻ, പെർമനന്റ് ചെയർമാൻ പോസ്റ്റ് ആയി ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റ്, ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനെന്ന് പറഞ്ഞ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായി, അതിൻ്റെ ആക്ടിവിറ്റീസ് മൂവ് ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യം ഇരിക്കുമ്പോഴാണ് എന്താണ് ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ട് പാർട്ടീഷൻ നടക്കുന്നത്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു.
ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാൻ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട അട്രോസിറ്റീസ്, ആക്രമണങ്ങളും അറ്റാക്കുകളുമൊക്കെ എന്താണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് എന്ത് ചെയ്യുന്നു, രൂപപ്പെടുന്നു. തുടർന്ന് എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലീസിൻ്റെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നു, സ്ലോ ആകുന്നു. പറയുന്ന പാർട്ടീഷനുമായി അല്ലെങ്കിൽ വിഭജനവുമായി, ഇൻഡോ പാക് വിഭജനം അല്ലെ, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാൻ എന്നും ബ്രിട്ടീഷ് ഇന്ത്യ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത ആ പ്രോസസ്സ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ ടെൻഷൻ ഒന്ന് സ്ലോയിലാകുമ്പോൾ അല്ലെങ്കിൽ തണുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രവർത്തനങ്ങൾ വീണ്ടും ചൂടേറുന്നു, കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആവുമ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് ഇന്ത്യയുടെ ടെമ്പററി പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ താൽക്കാലിക നിയമനിർമ്മാണ സഭ ആയിട്ട് തന്നെ ആര് മാറി, ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. സുപ്രീം സോവറിൻ ബോഡി ഓഫ് ദ സ്റ്റേറ്റ്, രാജ്യത്തിൻ്റെ പരമാധികാര ബോഡിയാണ് ആര്, ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ടെമ്പററി പാർലമെന്റ്, താൽക്കാലിക നിയമനിർമ്മാണ സഭയായിട്ട് തന്നെ ആര് മാറുന്നു, ആ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മാറുന്നു, ഭരണഘടനാ നിർമ്മാണ സമിതി മാറുന്നു. താൽക്കാലിക നിയമനിർമ്മാണ സഭ എന്ന് പറയാൻ കാര്യം, നമ്മൾ ഒരു ജനറൽ ഇലക്ഷൻ ഒന്നും നടന്നില്ല. ഇന്ത്യക്കകത്ത് ഒരു ജനറൽ ഇലക്ഷൻ നടക്കുന്നത് 1952 1952 ഇന്ത്യയിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരികയും നെഹ്റു ഗവൺമെൻറ് അധികാരത്തിൽ വരികയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് ഇവിടെ എന്തല്ല, ജനറൽ ഇലക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പെർമനൻ്റായ ഒരു റിയലായ ഒരു പാർലമെൻ്ററി സിസ്റ്റം ഇന്ത്യക്കകത്ത് എത്തിയില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഭരണഘടന നിർമ്മിക്കുന്ന ഭരണഘടനാ നിർമ്മാണ സമിതി തന്നെയാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ്. അപ്പോൾ ടെമ്പററി പാർലമെൻ്റ് ആയിട്ട് ആര് മാറുന്നു, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മാറുന്നു. ഇനി എന്താണ്, നമ്മൾ പാർട്ടീഷൻ വരുന്നു എന്ന് പറഞ്ഞു, അതായത് ഇന്ത്യ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതോടുകൂടി ഒരു കാര്യം, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്തു. അതായത് ഇന്ത്യയുടെ ഒരു ഭാഗം പാകിസ്ഥാനായിട്ട് പോകുമ്പോൾ എന്താണ്, കുറച്ച് അംഗങ്ങൾ, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണവും കുറയുന്നു. 389 എന്നുള്ളത് എത്രയായി മാറി, 299 മാറി. പഠിക്കാൻ പറ്റും. ഓക്കെ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യ ആയിരിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയായിരുന്നു, 389. ബ്രിട്ടീഷ് ഇന്ത്യ ആയിരിക്കുമ്പോൾ, അതായത് പാകിസ്ഥാനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ, ഉൾപ്പെടുത്തുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ എത്ര പേരുണ്ട്, 389 പേരുണ്ടായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ പോർഷൻ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഈസ്റ്റേൺ വെസ്റ്റേൺ പോർഷൻ അല്ലെ, ഇന്ത്യയുടെ കിഴക്കൻ ഭാഗവും പടിഞ്ഞാറൻ ഭാഗത്തിലും മുസ്ലിം മെജോറിറ്റി ഉള്ള മേഖല ഏതായി പോയി, പാകിസ്ഥാനായി പോകുമ്പോൾ എന്താണ്, നമുക്ക് മെമ്പേഴ്സിന്റെ എണ്ണവും റെഡ്യൂസ് ചെയ്തു. എത്രയേ ഉള്ളൂ, 299 മെമ്പേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അവസാനം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്തു എന്നാണ് 1949 എന്ന് നവംബർ 26 1949 നവംബർ 26 ഭരണഘടന എന്ത് ചെയ്യുന്നു, നിലവിൽ വരുന്നു. 1949 നവംബർ 1949 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നു. അത് ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1915 ജാനുവരി 26 ആണ്. അതായത് റിപ്പബ്ലിക് ഡേ. അതായത് 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന എഴുതി പൂർത്തിയാക്കി. ഇന്ത്യൻ ഭരണഘടന കംപ്ലീറ്റ് ചെയ്യുന്ന ഇയറും ഡേറ്റും എന്താണ് 1949 നവംബർ 26. 1949 നവംബർ 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, കേന്ദ്രപ്രസാദ് സൈൻ ചെയ്യുന്നതോടുകൂടി എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആയി. അതെന്ന് 1949 നവംബർ 26. ഇനി ഇത് ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർ ആകുന്നത് എന്തെന്ന് വെച്ചാൽ 1915 ജാനുവരി 26. അവിടെ ഒരു 26 ഉണ്ട്. ജാനുവരി 26 എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യ നിലവിൽ വരുത്തി. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുവാൻ വേണ്ടി ഇന്ത്യ എടുത്ത സമയം എത്രയാണെന്ന് വെച്ചാൽ 2 years, 2 വർഷം 11 മാസം 18 ദിവസം കൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നത്, പൂർത്തിയാക്കുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് 2 വർഷം 11 മാസം അതുപോലെ 18 ദിവസം കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഭരണഘടന നിലവിൽ വന്നു. ഭരണഘടനയിൽ ഒരു പുതിയൊരു കൺസെപ്റ്റായി സിറ്റിസൺഷിപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. പൗരത്വം ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ സിറ്റിസൺഷിപ്പ് ഒരു ന്യൂ കൺസെപ്റ്റായിട്ട് എന്ത് ചെയ്തു, ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് സിറ്റിസൺഷിപ്പിൽ
പൗരത്വത്തിൽ എന്താണ് ആർക്കൊരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്? മൈനോറിറ്റീസ്, ന്യൂനപക്ഷത്തിനൊരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? നൽകുന്നുണ്ട്. ഒരിക്കലും സിവിൽ റൈറ്റ്സിനെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നില്ല? റിലീജിയസ് ഐഡൻറ്റിറ്റീസുമായിട്ട് ഭരണഘടന റിലേറ്റ് ചെയ്യുന്നില്ല. അതായത് എന്താണ്, പൗരാവകാശങ്ങളെ ഒരിക്കലും എന്തുമായിട്ട്, മതവുമായിട്ട് എന്ത് ചെയ്യുന്നില്ല? റിലേറ്റ് ചെയ്യുന്നില്ല. അതായത് എല്ലാ സിറ്റിസൺസിനും എന്താണ് ഈക്വൽ ഇമ്പോർട്ടൻസ് ആര് നൽകുന്നു? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നു. ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ആർക്കും കൊടുക്കുന്നു? മൈനോറിറ്റീസ്, ന്യൂനപക്ഷങ്ങൾക്കും നൽകുന്നു എന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്ത ബോഡിയായ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്തത് എന്ത് ബേസിലല്ല? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, സാർവത്രിക വോട്ടവകാശ അടിസ്ഥാനത്തിലല്ല. അതായത് എല്ലാവർക്കും വോട്ട് ചെയ്യാം എന്ന അടിസ്ഥാനത്തിലല്ല. അതായത് നമുക്കറിയാം എന്താണ്, ഇന്ന് 18 വയസ്സ് പൂർത്തിയായ ഏതൊരു പൗരനും എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ട്. അത്തരമൊരു യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്ന തത്വം, സാർവത്രിക വോട്ടവകാശം എന്ന് പറയുന്ന ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്തല്ല ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് അംഗങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്? സെലക്ട് ചെയ്തിരിക്കുന്നത്. എങ്കിൽ തന്നെ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എന്താണ്, ഷെഡ്യൂൾഡ് കാസ്റ്റിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതി എടുത്തു നോക്കിയാൽ 25 മെമ്പേഴ്സ് എവിടെ നിന്നുണ്ട്? ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്നും ഉണ്ട്. എന്നാൽ എന്താണ്, പാർട്ടികൾക്ക്, പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലേ എന്ന് ചോദിച്ചാൽ അതിലും പ്രാധാന്യമുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അന്നത്തെ മെയിൻ പൊളിറ്റിക്കൽ പാർട്ടീസ് കോൺഗ്രസ് 80% മെമ്പേഴ്സ് എടുത്തു നോക്കിയാലും ആരെ റെപ്രസെന്റ് ചെയ്യുന്ന? കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതായത് പാർട്ടി ബേസിലും റെപ്രസെന്റ് കൊണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ബേസിൽ, അതായത് മൈനറായിട്ടുള്ള അല്ലെങ്കിൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനും എന്താണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ബേസിലല്ല ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചതെങ്കിൽ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിക്കകത്ത് എന്താണ് കമ്മ്യൂണിറ്റി ബേസിൽ ബാക്ക്വേർഡ് സിറ്റിസൺസിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ബേസിലും എന്ത് ചെയ്തിട്ടുണ്ട്? മെമ്പർഷിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഏതിനകത്ത്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്കകത്ത്. ലെജിറ്റിമസി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒറിജിനേറ്റ് ഫ്രോം നോട്ട് ഓൺലി റെപ്രസെൻറ്റേറ്റീവ് നാച്ചർ ബട്ട് ആൾസോ അതർ ഫാക്ട്സ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലെജിറ്റിമസി, ആധികാരികത എന്ന് പറയുന്നത് ഡെലിബറേഷൻ, പ്രൊസീജിയർ എന്നിങ്ങനെയുള്ള ഫാക്ട്സുകൾ ഉണ്ട്. ഡെലിബറേഷൻ എന്ന് പറഞ്ഞാൽ ചർച്ചകളാണ്. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് എന്താണ്? ചർച്ചകളാണ്, എന്താണ്? ഡെലിബറേഷൻസ് ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറഞ്ഞാൽ തന്നെ സീനിയേഴ്സും ജൂനിയേഴ്സുമായിട്ടുള്ള ലീഡേഴ്സ് തമ്മിലുള്ള സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സംവാദ മേഖല ആണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയിരിക്കുന്ന പ്രൊസീജിയർ, ഒരു ഭരണഘടന മേക്ക് ചെയ്യുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയിരിക്കുന്ന നടപടിക്രമങ്ങളും ആ ഭരണഘടനയുടെ ആധികാരികത വെളിച്ചത്തുകൊണ്ട് വരുന്നു. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതി, അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്കകത്ത് നമ്മുടെ നേതാക്കന്മാർ, അതായത് നാഷണൽ ലീഡേഴ്സ് ഉയർത്തുന്ന ചർച്ചകൾ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പല പല വാല്യൂസ് ആയിട്ട് മാറുന്നു, മൂല്യങ്ങളായിട്ട് മാറുന്നു. ഇനി അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്ക് ചെയ്യുന്നതിൽ എന്താണ് മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങളും ഭരണഘടനയ്ക്ക് ഒരു ആധികാരികത അല്ലെങ്കിൽ നിയമസാധുത എന്ത് ചെയ്യുന്നു? നൽകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡെലിബറേറ്റീവ് ബോഡിയാണ്, ഒരു ഡെലിബറേഷൻ ചർച്ചാ വേദിയാണ്, സംവാദ മേഖലയാണ് എന്ന് പറഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറഞ്ഞാൽ. ഭരണഘടനയുടെ പിന്നിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ തന്നെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഡെലിബറേഷൻ. അതായത് വിചിന്തമായ തത്വങ്ങളുടേതായ ഒരു മേഖല ഇന്ത്യൻ ഭരണഘടനയുടെ പിന്നിലുണ്ട്. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിക്കകത്ത് രൂപപ്പെടുന്നത് മെയിനായിട്ടും എന്താണ്? ഡെലിബറേഷൻസ് ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചർച്ചകളാണ് നടക്കുന്നത്. ആ ചർച്ചകളിൽ സീരിയസ് ആയിട്ടുള്ള പല ഇഷ്യൂസുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നു. ആ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷന് ശേഷമേ അല്ലെങ്കിൽ എന്താണ് വളരെ വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾക്ക് ശേഷമേ ഏതൊരു ഇഷ്യൂസിനെയും അവരെന്ത് ചെയ്യുന്നുള്ളൂ? സോൾവ് ചെയ്യുന്നുള്ളൂ. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എല്ലാവരും ഒന്നടങ്കം അക്സെപ്റ്റ് ചെയ്ത ഒരു പ്രൊവിഷൻ ആണ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു വോട്ട്, അതായത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന പ്രൊവിഷൻസ്. ആ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ സാർവത്രിക വോട്ടവകാശം. അതായത് റൈറ്റ് ടു വോട്ട് ഷുഡ് ബി ഗിവൻ ഓൾ അഡൽട്ട് സിറ്റിസൺസ്
വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, കളർ, ജെൻഡർ. അതായത് എല്ലാ പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും എന്താണ് വോട്ട് ചെയ്യാനുള്ള അവകാശം. റൈറ്റ് ടു വോട്ട് ഷുഡ് ബി ഗിവൻ ടു ഓൾ അഡൽട്ട് സിറ്റിസൺസ്. എല്ലാ പ്രായപൂർത്തിയായ പൗരന്മാർക്കും എന്ത് ചെയ്യാനുള്ള അവകാശം? വോട്ട് ചെയ്യാനുള്ള അവകാശം. വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ, അവിടെ എന്തില്ല? വിവേചനം ഇല്ല. എന്തെന്ന്? ഏതൊക്കെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ല? ക്ലാസ് എന്നോ, അതുപോലെ റിലീജിയൻ എന്നോ, അതുപോലെ തന്നെ കാസ്റ്റ് എന്നോ, അതുപോലെ തന്നെ ജെൻഡർ എന്നോ ബേസിൽ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല. അതായത് ജാതിയെന്നോ, മതമെന്നോ, വർഗമെന്നോ, ജെൻഡർ ലിംഗമെന്നോ, അതായത് ആണെന്നോ പെണ്ണെന്നോ ബേസിലൊന്നും ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല. ആ ഒരു പ്രൊവിഷൻ, ആ ഒരു നടപടി എല്ലാവരും ഒന്നടങ്കം അക്സെപ്റ്റ് ചെയ്തതാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിക്കകത്ത് നടന്ന ഡെലിബറേഷനിൽ, ചർച്ചകളിൽ എല്ലാവരും ഒന്നടങ്കം ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഒരു പ്രൊവിഷനാണ് എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടി പല പ്രൊസീജിയേഴ്സും ഭരണഘടനയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഭരണഘടനാ നിർമ്മാണ സമിതിക്കകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സ്മൂത്ത് ആകുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സമിതിക്കകത്ത് പല പ്രൊസീജിയേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് അതായത് എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയെ പല സബ് കമ്മിറ്റീസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സമിതിയെ പല സബ് കമ്മിറ്റീസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭയിൽ പല കമ്മിറ്റീസുകൾ ഫോം ചെയ്തു. അതിൽ പ്രധാനമായിട്ടും ഭരണഘടനാ നിർമ്മാണ സഭാ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നേതാക്കന്മാരാണ് ഈ കമ്മിറ്റി ചെയർമാൻമാർ എന്ന് പറഞ്ഞാൽ. ഒന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, അതുപോലെ തന്നെ അംബേദ്കർ. ഇതുപോലുള്ള നേതാക്കന്മാരാണ് ഈ പറയുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് കമ്മിറ്റി ചെയർമാൻസ് വേണ്ട, അതായത് അത് വലിയ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും, അതിൻ്റെ ആവശ്യം ഇല്ല. നമ്മൾ പ്രധാനപ്പെട്ട 8 കമ്മിറ്റീസുകൾ എന്ത് ചെയ്യുന്നു? നോക്കുന്നു. അതായത് ഭരണഘടനാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കകത്ത് രൂപപ്പെട്ട കമ്മിറ്റികളാണ്. ഒന്ന് റൂൾസ് കമ്മിറ്റി, അതുപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, യൂണിയൻ സബ്ജക്റ്റ് കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആൻഡ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. അതായത് കമ്മിറ്റികളെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സബ് കമ്മിറ്റികളിൽ ഇനിയും ഉണ്ട് ഡിവിഷൻസ്, അത് നമുക്ക് ആവശ്യമില്ല. 1 റൂൾസ് കമ്മിറ്റി, 2 സ്റ്റിയറിംഗ് കമ്മിറ്റി, 3 അഡ്വൈസറി കമ്മിറ്റി, 4 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അടുത്തത് 5 യൂണിയൻ സബ്ജക്റ്റ് കമ്മിറ്റി, അടുത്തത് സ്റ്റേറ്റ് കമ്മിറ്റി, അടുത്തത് പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അടുത്തത് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്നിങ്ങനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഫെമിലിയർ ആയിട്ടുള്ളത് ആരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഓഗസ്റ്റ് 1947, 1947 ഓഗസ്റ്റിലാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വരുന്നത്. അതിന്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അതായത് ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്യുക എന്ന ഫംഗ്ഷനാണ് ആരുടേത്? ഈ പറയുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കുക എന്നതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടന ഫൈനലൈസ്ഡ് ചെയ്യുന്നത് കമ്മിറ്റി ആണ്. അതുകൊണ്ട് തന്നെ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കറിനെ നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് ആരെ വിശേഷിപ്പിക്കുന്നത്? ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. കമ്മിറ്റികൾ ഈ ഭാഗം വേറെ ഓടായിട്ട് നിൽക്കുന്നു, ഒറ്റപ്പെട്ട് നിൽക്കുന്നു. ഒന്ന് റൂൾസ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, അതുപോലെ അഡ്വൈസറി കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇവിടത്തെ കമ്മിറ്റികൾ തമ്മിൽ ചെറിയൊരു ഇന്റർ കണക്ഷൻ വരുന്നുണ്ട്. യൂണിയൻ സബ്ജക്റ്റ് കമ്മിറ്റി ഉണ്ടെങ്കിൽ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും ഉണ്ട്. പിന്നെ അടുത്തത് സ്റ്റേറ്റ് പ്രോവിൻസ്, അതായത് പ്രൊവിഷണൽ കമ്മിറ്റി. പ്രോവിൻസ് ഒക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. പ്രവിശ്യകൾ. ഈ പ്രവിശ്യകളുടെ മോഡേൺ ഫോമാണ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം സ്റ്റേറ്റ്സ് കമ്മിറ്റി, അതുപോലെ തന്നെ പ്രൊവിഷണൽ കമ്മിറ്റി. അത് ഞാൻ പേര് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. പ്രോവിൻസുകൾ എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് ബ്രിട്ടൻ ഡയറക്റ്റായിട്ട് ഭരിച്ചിരുന്ന ഏരിയയാണ് പ്രൊവിഷണൽ കമ്മിറ്റി. ഓക്കെ, ഓർത്തിരിക്കാൻ പറ്റും. അതേപോലെ സ്റ്റേറ്റ് കമ്മിറ്റി
ഓക്കെ, അതായത് പഴയകാല പ്രോവിൻസിന്റെ എന്താണ് മോഡേൺ ഫോമാണ് ഇന്ന് കാണുന്ന നമ്മുടെ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ അതിനെക്കുറിച്ചല്ല സൂചിപ്പിക്കുന്നത്, ഞാൻ ആ ടേം ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. യൂണിയൻ സബ്ജക്റ്റ് കമ്മിറ്റി, ആ യൂണിയനെ നമ്മൾ എടുത്തു വെച്ചു അടുത്തൊരു കമ്മിറ്റിയിലേക്ക്, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്ന ടേം. അതുപോലെ തന്നെ സ്റ്റേറ്റ്സ് കമ്മിറ്റിയും പ്രൊവിഷണൽ കമ്മിറ്റിയും, പ്രോവിൻസ് എന്നൊക്കെയുള്ള ടേം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം 4 ടേമുകൾ കുഴപ്പമില്ല. ഇവിടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചേർന്ന് എന്നാണ്, നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, കേട്ടിട്ടുള്ളതാണ്. പിന്നെ ഒരു അഡ്വൈസറി കമ്മിറ്റി, അതും ഉപദേശക സമിതിയാണ്, വളരെ അതും ഫെമിലിയർ ആയ ഒരു ടേം തന്നെ. ഈ 2 കമ്മിറ്റികൾ ഒന്ന് നോക്കുക. റൂൾസ്, സ്റ്റിയറിംഗ്, അതിൽ ഒരു ഓടായിട്ട് നിൽക്കുന്ന ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ആരാ? സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന ടേം. കമ്മിറ്റികൾ എന്ത് ചെയ്യണം വ്യക്തമായിട്ട് നോക്കുക. 4 കമ്മിറ്റികൾ എന്താണ് ഫെമിലിയർ ആണ്, നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റും. കമ്മിറ്റികളൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുന്നു. അപ്പോൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അറിയിക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.